നമസ്കാരം. നോർത്ത് അമേരിക്കൻ മലയാളികളുടെ വാർത്തകളും വിശേഷങ്ങളുമായി അവനിയർ എൻക്ലേവ് സൊല്യൂഷൻസ് അമേരിക്കൻ ഡ്രീംസ് പവർഡ് ബൈ ജിജി തോമസ് റിയൽറ്റർ കോ പ്രസിഡന്റ് ബൈ ടേസ്റ്റ് ഓഫ് കേരളയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അമേരിക്കയിൽ കോവിഡ്-19 രോഗവ്യാപനം കുറയുകയും രോഗമുക്തി നേടുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്യുന്നത് അമേരിക്കൻ ജനതയ്ക്ക് ഏറെ ആശ്വാസം പകരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഫ്ലവേഴ്സ് ടിവി യുഎസ്എയുടെ ഷിക്കാഗോ സ്റ്റുഡിയോയിൽ നിന്നും സുബി ബാബു നമ്മോടൊപ്പം ചേരുന്നു. താങ്ക് യു ജിനു. ജിനു സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയിലെ മിക്ക സംസ്ഥാനങ്ങളിലും കോവിഡ്-19 ബന്ധപ്പെട്ട് ചെറിയൊരു ആശ്വാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കാലിഫോർണിയയിലെ സാന്റിയാഗോ സ്ക്രിപ്സ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടർ ചിനോ മാണിക്കരോട്ടാണ്. ചിനോ മാണിക്കരോട്ട് ഫ്ലവേഴ്സ് ടിവിയുടെ സാന്റിയാഗോ പ്രതിനിധി കൂടിയാണ്. ചിനോ, എങ്ങനെ പോകുന്നു അമേരിക്കയിലെ കോവിഡ്-19 ഒരു അപ്ഡേറ്റ്സ്? ജനറലി അമേരിക്കയിൽ പല സ്റ്റേറ്റ്സിലും നമ്പർ ഓഫ് കേസസ് കുറച്ച് കുറവ് കാണുന്നുണ്ട് കമ്പയർഡ് ടു പ്രീവിയസ് വീക്സ്. അതൊരു വളരെ നല്ല കാര്യമാണ്. നമ്പർ ഓഫ് ഹോസ്പിറ്റലൈസേഷൻസ് കുറയുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ്പെഷ്യലി ന്യൂയോർക്കിൽ അവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കേസസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പല സ്റ്റേറ്റിലും ഇപ്പം ഈ സ്റ്റേ അറ്റ് ഹോം അല്ലെങ്കിൽ ലോക്ക്ഡൗൺ അതിനുള്ള കുറച്ച് ഇളവുകളൊക്കെ വരുത്തുന്നുണ്ട്. പീപ്പിൾ ആർ പ്ലാനിങ് ടു റീഓപ്പൺ ദ സൊസൈറ്റി സൂൺ. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരാൻ തന്നെ കാരണം, അങ്ങനെ ഒരു ഐഡിയ വരാൻ തന്നെ കാരണം ഈ നമ്പർ ഓഫ് റേറ്റ്സ് കുറയുന്നതാണ്. അപ്പം ദാറ്റ്സ് എ ഗുഡ് തിങ്. ഇവിടെ കാലിഫോർണിയയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഫ്യൂ വീക്സ് ഇറ്റ് വാസ് മച്ച് ബെറ്റർ. പക്ഷേ ഈ വീക്കിൽ ഞങ്ങൾ കുറച്ച് നമ്പർ ഓഫ് കേസസ് കൂടുതൽ കാണുന്നു, നമ്പർ ഓഫ് ഹോസ്പിറ്റലൈസേഷൻസ് കൂടുന്നു. സോ ദാറ്റ്സ് വാട്ട്. ഈ ലോക്ക്ഡൗൺ ഭാഗികമായി ഇപ്പോൾ ഓപ്പൺ ചെയ്തേക്കാണ്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് കാരണം നമ്മൾ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ബബിളിലാണ്. വി ആർ നോട്ട് എക്സ്പോസ് ടു ദ വൈറസ്. പക്ഷേ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങുമ്പം ബിഗ് ചാലഞ്ച് എന്ന് പറയുന്നത് ദർ ഈസ് ഗോയിങ് ടു ബി എ സർജ് ഇൻ ദ നമ്പർ ഓഫ് കേസസ്. അത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോയിങ് ടു ബി ദെയർ. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഹെൽത്ത് കെയർ സിസ്റ്റം ആണെങ്കിലും എല്ലാം വി ഹാവ് ടു ബി റിയലി പ്രിപ്പയർഡ്. അപ്പോൾ ഇപ്പോൾ തന്നെ അതിൻ്റെ ചില ചേഞ്ചസ് കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ മുമ്പത്തെ ആഴ്ചകൾ വെച്ച് നോക്കുവാണെങ്കിൽ പുറത്തിറങ്ങുന്നുണ്ട്, സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്യുന്നില്ല, ബീച്ച് പാർക്കൊക്കെ ഉണ്ട്, പാർക്കിലൊക്കെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ നമ്പർ ഓഫ് കേസസ് കൂടുതൽ കാണുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് ഈ കേസസ് കൂടുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. ഈ കോവിഡ്-19 ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിന് ഒരു പ്രോപ്പർ കെയർ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അതിൽ സാറ്റിസ്ഫൈഡ് ആണോ? തീർച്ചയായിട്ടും. ഹോസ്പിറ്റലൈസ് ആകപ്പെടുന്നതെന്ന് പറഞ്ഞാൽ കോവിഡ്-19 മൈൽഡ്, മോഡറേറ്റ്, സിവിയർ സിംറ്റംസ് ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് മൈൽഡ് ആയിട്ടുള്ള സിംറ്റംസ് ഉള്ള ആൾക്കാർക്ക് ഹോസ്പിറ്റലൈസേഷൻ വേണ്ട. അവർ വീട്ടിൽ തന്നെ ഇരുന്ന് സെൽഫായിട്ട് കെയർ ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് ദേ ഗെറ്റ് ബെറ്റർ. പിന്നെ മോഡറേറ്റ് ആൻഡ് സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ഉള്ളവരെയാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. സോ ഇതിന് 3 ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എനി ഡിസീസിന്. ദർ ഇസ് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ്, ദർ ഇസ് സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്. സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പനിയുണ്ടെങ്കിൽ ടൈലനോൾ അല്ലെങ്കിൽ ചുമയുണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന്, ആ സിംറ്റത്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. അത് നമുക്ക് പറ്റും, ഇപ്പോൾ ചെയ്യാൻ പറ്റും. സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓക്സിജൻ ലെവൽ കുറവാണ്, നമ്മൾ ഓക്സിജൻ കൊടുക്കുന്ന ഒരാൾക്ക്, അതും പറ്റിയില്ലെങ്കിൽ വെന്റിലേറ്ററിൽ ഇടുന്നു, അത് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത് രണ്ടും നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് പ്രത്യേകമായിട്ടൊരു മരുന്ന്, അതാണ് നമുക്കിപ്പോൾ ഇല്ലാത്തത്. പക്ഷേ ഈ സിംറ്റമാറ്റിക്സ് ട്രീറ്റ്മെൻറ്റ്, സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് തന്നെ ഒരുപാട് ആൾക്കാർ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ബട്ട് ഓഫ് കോഴ്സ് ഒരു 1% ആണ് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതിൽ ഒരു 1% ആൾക്കാരാണ് ICUയിൽ ക്രിട്ടിക്കൽ കെയറിലാവുന്നത്, വെന്റിലേറ്ററിലാവുന്നത്. ആൻഡ് വൺസ് യു ഗോ ഓൺ ദ വെന്റിലേറ്റർ your chances of survival are low. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു കൺസേണിങ് ഫാക്ടറാണ്. പക്ഷേ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇഫ് there was a medication 100% സാറ്റിസ്ഫൈഡ് ആയേനെ. പക്ഷേ we're doing what we can at this point. This is a very new virus അല്ലേ. ഒരു 3-4 മാസമായിട്ടേ ഉള്ളൂ ലോകം തന്നെ ഇത് അറിഞ്ഞിട്ട്. So we're doing what we can at this time. ഡിഫറെൻറ്റ് മെഡിക്കേഷൻസ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ചില മെഡിസിൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂർ ആകുന്നുണ്ട്, അങ്ങനെയുള്ള ട്വീറ്റ്സ് ഒക്കെ വരാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഇനി പർട്ടിക്കുലർ മെഡിസിൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ടോ? ഇല്ല, കൺക്ലൂഷനിൽ എത്തിയിട്ടില്ല. സോ ഒരുപാട് മെഡിക്കേഷൻസ് ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുക. പ്രോബബ്ലി ഒരു 30 മെഡിക്കേഷൻസ് എങ്കിലും ഉണ്ട് ട്രയൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന, പല ആൾക്കാർ പല കമ്പനീസ് ചെയ്യുന്നത്. അപ്പം ഒരു റാൻഡമൈസ് കൺട്രോൾ സ്റ്റഡി എന്ന് വെച്ചാൽ ഒരു ലാർജ് നമ്പർ ഓഫ് ആൾക്കാർക്ക് ഇത് കൊടുത്തിട്ട് കുറേ ആൾക്കാർക്ക് മരുന്ന് കൊടുക്കുകയും കുറേ ആൾക്കാർക്ക് മരുന്ന് കൊടുക്കാതെയും ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ ഇതൊരു പ്രൂവൻ ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ കുറേ മെഡിസിൻ നമ്മൾ കേൾക്കുന്നത് ഹൈഡ്രോക്സിക്ലോറോക്വിൻ അല്ലെങ്കിൽ റെംഡെസിവിയർ, HIV മെഡിക്കേഷൻസ്, ഐവർമെക്റ്റിൻ, സ്കേബീസിൻ്റെ മെഡിക്കേഷൻ, അങ്ങനെ കുറേ മെഡിക്കേഷൻസ് ഉണ്ട്. അപ്പം ദ റീസൺ ദീസ് മെഡിക്കേഷൻസ് ആർ ബീങ് ചെക്ക്ഡ് ഇസ്, ഇപ്പം നമുക്ക് 2 രീതിയിൽ മെഡിക്കേഷൻ ഉണ്ടാക്കാം. ഒന്നെങ്കിൽ
വൈറസിന് ഫ്രം സ്ക്രാച്ച് നമുക്കൊരു മെഡിക്കേഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെഡിക്കേഷൻസ്, വേറെ അസുഖങ്ങൾക്ക് കൊടുക്കുന്ന മെഡിക്കേഷൻ ഉണ്ട്, അത് നമുക്ക് വി ഓൾറെഡി നോ ഇറ്റ് ഇസ് സേഫ് ഫോർ ഹ്യൂമൻ കൺസംഷൻ നമുക്കറിയാം. അപ്പോൾ ആ മെഡിക്കേഷൻസ് ആണ് ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മലേറിയലായിട്ടുള്ളൊരു ആൻറ്റി മലേറിയൽ ഡ്രഗാണ് ഹൈഡ്രോക്സിക്ലോറോക്വിൻ, അല്ലെങ്കിൽ അത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും ലൂപ്പസിനും കൊടുക്കുന്ന മരുന്നാണ്. പക്ഷേ അതും ഇതിനെ ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ വി ആർ ട്രൈയിങ് എ ബ്രോഡ് റേഞ്ച് ഓഫ് മെഡിക്കേഷൻസ്, അതിലേതെങ്കിലും വർക്ക് ചെയ്യുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷേ റൈറ്റ് നൗ നത്തിങ് ഹാസ് ബീൻ പ്രൂവൺ. ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ട് വെന്റിലേറ്ററിലുള്ള പേഷ്യൻസിന് സം ഓഫ് ദീസ് മെഡിക്കേഷൻസ് വി ആർ ട്രൈയിങ് ഓൺ എക്സ്പെരിമെൻ്റൽ ബേസിസ്. പക്ഷേ ഇതുവരെ ഒരു ഇത് കൊണ്ടാണ് ഇത് വർക്ക് ചെയ്തെന്ന് പറയാറായിട്ടില്ല. ചിനോ മുൻപും ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ അല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത്. വാട്ട് ഈസ് ദ സ്പെസിഫിക് ചേഞ്ച് ഇൻ യുവർ വർക്ക് ലൈഫ് ആൻഡ് ഇൻ യുവർ പേഴ്സണൽ ലൈഫ്? ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്, വർക്ക് ലൈഫ് ആയാലും പേഴ്സണൽ ലൈഫ് ആണെങ്കിലും. കാരണം ഇപ്പം ആസ് ഡോക്ടേഴ്സ് വി ആർ ട്രെയിൻ ടു ട്രീറ്റ് കണ്ടേജിയസ് ഡിസീസസ്. അപ്പോൾ കണ്ടേജിയസ് ഡിസീസ് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പേടിയോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ ആ നമ്പർ ഭയങ്കരമായിട്ട് കൂടുതലാണ്, വോളിയം ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പം നമുക്ക് നേരത്തെ ഇതുപോലൊരു അസുഖം വന്ന് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് പകരുന്ന ഒരു അസുഖം വന്ന് 1-2 പേരായിരിക്കും ഹോസ്പിറ്റലിലുള്ളത്. പക്ഷേ ഇപ്പോൾ ആ നമ്പർ ഓഫ് കേസസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം സെൽഫ് പ്രൊട്ടക്ഷൻ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ ഒരുപാട് കൂടുതൽ ആലോചിക്കാൻ തുടങ്ങി. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വി ആർ കമ്മിങ് ബാക്ക് ടു അവർ ഫാമിലീസ്. അപ്പം പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഇൻ ടേംസ് ഓഫ് മാസ്ക് ആണെങ്കിലും ഗൗൺ ആണെങ്കിലും ഫേസ് ഷീൽഡ് അതെല്ലാം എല്ലാ സമയത്തും ഉപയോഗിക്കാൻ വി ഹാവ് ടു കോൺസ്റ്റൻ്റ്ലി റിമൈൻഡ് അവർ സെൽവ്സ്. കാരണം നമ്മൾ സിക്കായി കഴിഞ്ഞാൽ വി കനോട്ട് വർക്ക്. അപ്പം നമ്മളുടെ ഇറ്റ്സ് ആർ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് കെയർ ഓഫ് അവർ ഹെൽത്ത് ആസ് വെൽ. അപ്പം ആ ഒരു സ്റ്റാൻഡ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പീപ്പിൾ ആർ മച്ച് മോർ കെയർഫുൾ. ഇപ്പോൾ എല്ലാ സമയത്തും എല്ലാവരും മാസ്ക് ഇടുന്നുണ്ട്, എല്ലാ ഹെൽത്ത് കെയർ വർക്കേഴ്സും മാസ്ക് ഇടുന്നുണ്ട് ഹോസ്പിറ്റലിൽ, കോവിഡ് പേഷ്യൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും. ബിക്കോസ് നെഗറ്റീവ് റിസൾട്ട് ആണെങ്കിൽ പോലും വി നോ ദർ ആർ സോ മെനി ഏസിംപ്റ്റമാറ്റിക് കാരിയേഴ്സ് ഉണ്ടെന്ന് അറിയാം. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് ടെസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് വൈറസിനെ. അതുകൊണ്ട് എവറിബഡി ഈസ് കൺസിഡേർഡ് കോവിഡ് പോസിറ്റീവ് സോർട്ട് ഓഫ് ഇൻ ടേംസ് ഓഫ് അവർ പ്രിപ്പറേഷൻസ്. പിന്നെ ചില ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസൊക്കെ വീട്ടിലല്ല താമസിക്കുന്ന, അവർ ഫാമിലിയായിട്ട് മാറിയാണ് താമസിക്കുന്നത്. ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു എക്സ്പോസ് ദെയർ ഫാമിലി. എൻ്റെ കാര്യത്തിൽ ഞാൻ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. എനിക്ക് 2 കൊച്ചു കുട്ടികളാണ്. രണ്ടാമത്തെ ആൾ ഈസ് ഓൺലി 11 months. അപ്പോൾ എപ്പോഴും ഫീഡിംഗ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഞാൻ വീട്ടിലാണ് ഇപ്പം തൽക്കാലം. ബട്ട് ഇഫ് തിങ്സ് ഗെറ്റ് വേഴ്സ് ഐ എം റെഡി ടു ഗോ സംവെയർ എൽസ് ആൻഡ് നോട്ട് എക്സ്പോസ് മൈ ഫാമിലി ടു ഇറ്റ്. പിന്നെ വരുമ്പോൾ തന്നെ ഡ്രസ്സെല്ലാം മാറി കുളിച്ച് ആണ് പിള്ളേരുടെ അടുത്ത് പോകുന്നതും മച്ച് മോർ കെയർഫുൾ ദാൻ ബിഫോർ. സോ ഒരു മേജർ ചേഞ്ച് ആണ് വന്നേക്കാണ് കമ്പയർഡ് ടു പ്രീ കൊറോണ എറ. ചിനോ അവിടുത്തെ സാന്റിയാഗോ മലയാളി കമ്മ്യൂണിറ്റിയിലും പ്രത്യേകം നല്ലൊരു ആക്റ്റീവായിട്ടുള്ളൊരു പ്രതിനിധി കൂടിയാണ്. ഒരു പബ്ലിക് സ്റ്റാൻഡ് പോയിന്റിൽ എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റാണ്. വെൽ ബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എല്ലാം അടങ്ങിയ ഒരു ഡയറ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡയറ്റിലാണ് ഇപ്പോൾ ലോ കാർബ് ഡയറ്റ് അല്ലെങ്കിൽ ലോ പ്രോട്ടീൻ ഡയറ്റ്, കീറ്റോ ഡയറ്റ്, അതൊന്നും ട്രൈ ചെയ്യേണ്ട സമയമല്ല ഇപ്പം നമുക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ്. രണ്ടാമതായിട്ട് നല്ലപോലെ വെള്ളം കുടിക്കുക. വെള്ളത്തിൻ്റെ ഒരുപാട് ഗുണങ്ങൾ നമുക്കറിയാം. In this context, വെള്ളം helps in terms of delivering oxygen to the tissues and also getting rid of toxins from the body. അപ്പോൾ ഒരു 2.5 to 3 liters of water എല്ലാവരും കുടിക്കാൻ നോക്കുക. പിന്നെ അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ. ഐ ഹോപ്പ് സ്മോക്കിംഗ് സെൽഫ് എക്സ്പ്ലാനറ്ററി അല്ല. ഈ വൈറസിൻ്റെ മെയിൻ ഹബ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ലങ്സ് ആണ്. അപ്പോൾ ലങ്സിന് സ്ട്രെയിൻ കൊടുക്കാതെ ഇഫ് യു ആർ സ്മോക്കിംഗ് ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു ക്വിറ്റ്. പിന്നെ ആൽക്കഹോളിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ആൽക്കഹോൾ കോസസ് ഡീഹൈഡ്രേഷൻ. അപ്പോൾ നമ്മളിവിടെ ബോഡീനെ ഹൈഡ്രേറ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അപ്പം ട്രൈ ടു അവോയ്ഡ് ആൽക്കഹോൾ. പിന്നെ വൈറ്റമിൻസ് പ്ലേ എ കീ റോൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി. ഇതെല്ലാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നിന്ന് വൈറ്റമിൻ സി ആൻഡ് എ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സപ്ലിമെൻറ്റ്സ് എടുക്കാം. വൈറ്റമിൻ ഡി ഫ്രം സൺ എക്സ്പോഷർ. അത് ഇനഫ് ആയിട്ടില്ലെങ്കിൽ അതിനും സപ്ലിമെൻറ്റ്സ് എടുക്കാം. പിന്നെ അണ്ടർ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. നമുക്കൊരു 7 to 8 hours ഓഫ് സ്ലീപ്പ് ഓൺ എ ഡെയിലി ബേസിസ് വേണം. കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ ബയോളജിക്കലി നമ്മുടെ ബോഡി ഈസ് മേക്കിംഗ് തിങ്സ് ദാറ്റ് ഹെൽപ്സ് വിത്ത് ഇമ്മ്യൂണിറ്റി. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ ട്രൈ ടു സ്ലീപ്പ് 7 to 8 hours. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സ്ട്രെസ്സ് കുറയ്ക്കുക. ഇപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിനെയും കുറിച്ച് സ്ട്രെസ്സാണ്. ജീവിതത്തിലെ എല്ലാ കാര്യത്തിനെക്കുറിച്ച് നമുക്ക് സ്ട്രെസ്സാണ്. പെർട്ടിക്കുലർലി കൊറോണയെക്കുറിച്ച് ആലോചിച്ച് എല്ലാവർക്കും സ്ട്രെസ്സാണ് എന്ത് സംഭവിക്കുന്നുള്ളത്. പക്ഷേ മെഡിക്കലി സ്പീക്കിംഗ് വാട്ട് ഹാപ്പൻസ്, നമുക്ക് സ്ട്രെസ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ സ്റ്റിറോയിഡ്സിൻ്റെ പ്രൊഡക്ഷൻ കൂടും. ആൻഡ് സ്റ്റിറോയിഡ്സ് വിൽ ഡിക്രീസ് അവർ ഇമ്മ്യൂണിറ്റി. ആൻഡ് വി ആർ ട്രൈങ് ടു ബിൽഡ് അപ്പ് അവർ ഇമ്മ്യൂണിറ്റി. സോ ട്രൈ നോട്ട് ടു ബി സ്ട്രെസ്ഡ് അബൌട്ട് ഇറ്റ്. എന്ത് വന്നാലും വി ആർ ഗോയിങ് ടു ഫേസ് ഇറ്റ്. ആ ഒരു രീതിയിൽ ട്രൈ ടു think about it that way. So that's what I would advise everybody.
ഡോക്ടർ ചിനോ, ഇപ്പോൾ നമ്മൾ പ്ലാസ്മ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു റിസൾട്ടിൻ്റെ കാര്യങ്ങൾ ഒന്ന് പറയാമോ? ഷുവർ. അപ്പം പ്ലാസ്മ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ രോഗം വന്നൊരാളുടെ ശരീരത്തിൽ ആ രോഗത്തിനെതിരായിട്ടുള്ള ആൻറ്റിബോഡി ഉണ്ടായിട്ടുണ്ട്. ആ ആൻറ്റിബോഡി നമുക്ക് എടുക്കാൻ പറ്റിയാൽ, നമുക്കത് വേറൊരാൾക്ക് കൊടുത്താൽ, അവർക്ക് ആൻറ്റിബോഡി ഇല്ല, അസുഖമുള്ള വേറൊരാൾക്ക് കൊടുത്താൽ ആ ഡിസീസിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ COVID-19 അഫക്റ്റഡ് ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, ആൻഡ് സിംറ്റം ഫ്രീ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ബ്ലഡിൽ നിന്ന് ആ പ്ലാസ്മ എടുത്തിട്ട് ഈ COVID-19 പെർട്ടിക്കുലർ ആയിട്ടുള്ള ആൻറ്റിബോഡി കണ്ടുപിടിച്ചിട്ട് ആ ആൻറ്റിബോഡി അസുഖമുള്ള ആൾക്ക് കൊടുക്കുക. അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കുറേ സെൻറ്റേഴ്സിൽ US ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ ഹോസ്പിറ്റലിലും 2-3 ഡേയ്സ് മുന്നേ അത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ FDA ഒരു എമർജൻസി അപ്രൂവൽ പോലെയാണ് അതിന് കൊടുത്തിരിക്കുന്നത്. കാരണം ഇറ്റ് ഈസ് എ വെരി പ്രോമിസിങ് തെറപ്പി. പക്ഷേ ഇതുവരെ ഒന്നും പറയാറായിട്ടില്ല കംപ്ലീറ്റ്ലി. അഗൈൻ ഇത് കൊടുക്കുന്നത് വളരെ സിവിയർ ആയിട്ട് വെന്റിലേറ്ററുള്ള പേഷ്യൻസിനാണ്. അപ്പോൾ നമ്മൾ ന്യൂസ് കേൾക്കുന്നുണ്ട് ഇത് വർക്ക് ചെയ്തു എന്ന്. പക്ഷേ അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺഫർമേറ്റീവ് ആയിട്ട് അത് പറയണമെങ്കിൽ യു നീഡ് റാൻഡമൈസ്ഡ് ട്രയൽസ് അഗൈൻ. അങ്ങനെ ഒരു ട്രയൽ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ എഫിക്കസി പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആർക്ക് വേണമെങ്കിലും അത് ഡൊണേറ്റ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ഇൻ ദ സെൻസ് ഈ അസുഖം വന്ന് ഒരു 14 days സിംറ്റം ഫ്രീ ആണെങ്കിൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. നമുക്ക് വേറെ അസുഖങ്ങൾ HIV അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് അങ്ങനെ ബ്ലഡ് ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള ഡിസീസസ് ഒന്നും ഇല്ലെങ്കിൽ, പിന്നെ ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ് ഒക്കെ കൺട്രോൾഡ് ആണ്, മെഡിസിൻ കൊണ്ട് കൺട്രോൾഡ് ആണെങ്കിൽ യു ആർ എലിജിബിൾ ടു ഡൊണേറ്റ്. അപ്പോൾ റെഡ് ക്രോസ് അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട് വേ യു ക്യാൻ ഡൊണേറ്റ്. ഇഫ് യു ഗോ ടു CDC or FDA നമുക്കത് കാണാം. അപ്പം ദാറ്റ്സ് വാട്ട്സ് ഗോയിങ് ഓൺ. ഇറ്റ്സ് എ വെരി പ്രോമിസിങ് തെറപ്പി. താങ്ക് യു ചിനോ. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു ഇത്. താങ്ക് യു സോ മച്ച് അഗെയിൻ ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം വിത്ത് മീ. താങ്ക് യു സോ മച്ച്. Avaniyar Enflex Solutions American Dreams powered by Gigi Thomas Realtor, co-presented by Taste of Care Rail ഒരിടവേള. കൂടുതൽ വിശേഷങ്ങളുമായി തിരിച്ചു വരാം. Hi, I'm Jansi, founder of Avenir Enflex. In these dark times, we have received a shimmer of light from gods of Enflex. Until June 30, Enflex will only receive 60 to 130 questions of 4-hour test. This is the golden opportunity for all Enflex test takers. And to take advantage of this, we are launching a 1-month program starting April 1st. Cannot come to class? That's okay. We will come to you with our online platform. Just follow our easy guidelines and pass Enflex. Receive a 10% discount when you bring a friend. പപ്പ എന്തു പറ്റി? നിങ്ങൾ ന്യൂയോർക്കിൽ നിന്നും ഡാളസിലേക്ക് മാറുകയല്ലേ? അപ്പോ അവിടെ വീടെങ്ങനെ ശരിയാക്കുന്ന എന്റെ വിഷമം. അതാണോ കാര്യം? വീട് വാങ്ങുന്നതിന്റെ ആദ്യ പടി മുതൽ താക്കോൽ ലഭിക്കുന്നത് വരെ കൂടെ നിൽക്കാൻ ഭീമിലെ ജിജിയുണ്ട്. ജിജിയോ? നമ്മുടെ ബജറ്റിൽ ഒതുങ്ങുന്ന റീസെയിൽ വാല്യൂ ലഭിക്കുന്ന വീട് കണ്ടെത്താനും ഇൻസ്പെക്ഷൻ നടപടികൾ പൂർത്തിയാക്കുന്ന കാര്യവും ജിജി നോക്കിക്കോളും. എല്ലാ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്കും നമ്മുടെ ഒരു സുഹൃത്തിനെ എന്ന പോലെ ജിജിയും കുടുംബവും കൂടെ നിൽക്കും. സമാധാനമായോ? ആയോടി കാന്താരി. സഫലമാവട്ടെ നിങ്ങളുടെ വീടെന്ന സ്വപ്നം. പ്ലീസ് കോൺടാക്ട് 972-805-6326. മരിയമ്മയുടെ രുചിക്കൂട്ടുകൾ, പരമ്പരാഗതം, പ്രകൃതിദത്തം, രുചികരം. ടേസ്റ്റ് ഓഫ് കേരള ഫ്രം ഗോഡ്സ് ഓൺ കൺട്രി. The TC Chaco Organization of Dallas is proud to present its brand new multi-million-dollar real estate development. This lavish office complex houses over a dozen units, with only a select few remaining for sale. But hurry fast, as multi-billion-dollar companies have already claimed much of this exclusive office space. The TC Chaco Organization of Dallas is a prime real estate developer in the Texas area with millions of dollars in real estate holdings, from office complexes to lake houses. They specialize in building elegant real estate investments in lucrative areas. The TC Chaco Organization of Dallas. ബാഹുബലിയിൽ ഫൈറ്റ് സീൻ. അങ്കിൾ, കർത്താവേ, ആ കറി മുഴുവൻ തീർത്തോ? കുറച്ച് മുളക് ചതച്ച് തിരിപ്പുണ്ട്, അതുകൂട്ടി കഴിക്കാൻ രണ്ടുപേർക്കും. ഇന്ന് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കണം നമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഹലോ, കാശ്മീർ ഗാർഡൻസ് അല്ലേ? ഇന്ന് അവിടെ എന്തൊക്കെ കറികളുള്ളത്? ആണോ? അടിപൊളി. ബിരിയാണി, ബീഫ് ഫ്രൈയും. കാശ്മീർ ഗാർഡൻ സൂപ്പർ മാർക്കറ്റ്. എല്ലാവിധ കറികളും ബിരിയാണികളും ബീഫ് ഫ്രൈയും ഉൾപ്പെടെ നാട്ടിലെ 400 രുചികൾ ഇപ്പോൾ ഫിലാഡൽഫിയയിലും. അക്ഷരമുറ്റത്തിന്റെ സ്പന്ദനങ്ങളുമായി അമേരിക്കൻ മലയാളികളുടെ ആനുകാലിക വാർത്തകൾക്ക് മുൻതൂക്കം നൽകി
നിങ്ങളിലെത്തുന്നു കേരള എക്സ്പ്രസ്. നേരറിയാൻ നേരത്തെ അറിയാൻ. KM ഈപ്പൻ, ചീഫ് എഡിറ്റർ. ജോസ് കണിയാലി, എക്സിക്യൂട്ടീവ് എഡിറ്റർ. കേരള എക്സ്പ്രസ്, വായിക്കുക വരിക്കാരാകുക. 6307287956. ഇമെയിൽ news@keralaexpress.com. വെബ്സൈറ്റ് www.keralaexpress.com. അമേരിക്ക എങ്ങനെയാണ് കോവിഡിനെ നേരിടുന്നത്? അമേരിക്കയിൽ ഗവൺമെന്റ് തലത്തിൽ നടത്തുന്ന COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഫിമയുടെ മിഡ് വെസ്റ്റ് റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ജെയിംസ് ജോസഫ് ഷിക്കാഗോയിൽ നിന്നും നമ്മോട് സംസാരിക്കുന്നു. താങ്ക് യു ജിനു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മാർച്ച് 13 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചത്. അതിനുശേഷം എല്ലാ സ്റ്റേറ്റിൻ്റെയും ആവശ്യങ്ങൾക്കായി ഫിമ പ്രവർത്തിക്കുന്നു. എല്ലാ സ്റ്റേറ്റിൻ്റെയും ആവശ്യങ്ങളും വ്യത്യസ്തമാണ്. ചില സ്റ്റേറ്റുകളുടെ ആവശ്യം PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെൻറ്റ്. അതിപ്പം സാധാരണ നമ്മുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന മാസ്ക്, ഗാഗിൾസ്, ഗ്ലവ്സ്, അതൊക്കെ ആയിരിക്കും ഒരു സ്റ്റേറ്റിൻ്റെ ആവശ്യം. ചില സ്റ്റേറ്റുകളുടെ ആവശ്യം ഹോസ്പിറ്റൽ കപ്പാസിറ്റി ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ സ്റ്റേറ്റുമായിട്ട് നമ്മൾ ഒന്നിച്ച് ഫീൽഡ് ഹോസ്പിറ്റൽ പണിയാൻ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. അത് കോടിക്കണക്ക് ഡോളറാണ് നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പം ഷിക്കാഗോയിൽ തന്നെ about $140 million നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് 4 ഫെസിലിറ്റികൾ തുറക്കാൻ. ഇപ്പോൾ ഡിട്രോയിറ്റിലും നമ്മൾ ചെയ്യുന്നു, മിൽവാക്കി, വിസ്കോൺസിൻ, ഒഹായോ. അത് മിഡ് വെസ്റ്റിൽ മാത്രമല്ല, എല്ലാ സ്റ്റേറ്റുകളും നമ്മൾ അങ്ങനത്തെ അസസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഹോസ്പിറ്റൽ കപ്പാസിറ്റിക്ക് വേണ്ടി. ചില സ്റ്റേറ്റുകളുടെ ആവശ്യം വെൻറ്റിലേറ്റേഴ്സ്. അവർക്ക് ഹോസ്പിറ്റൽ കപ്പാസിറ്റി കൂടുമ്പം ICU കപ്പാസിറ്റിയും കൂടും. അതിനുള്ളതായ വെൻറ്റിലേറ്റർ സപ്പോർട്ടും വേണം. ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് റിക്വയർഡ് വെൻറ്റിലേറ്റേഴ്സ് ഇല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെൻറ് അതിന് സഹായം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്യൂച്ചറിലോട്ട് നോക്കുമ്പോൾ ഫ്യൂച്ചർ പ്ലാനിങ് ഹോസ്പിറ്റൽ കപ്പാസിറ്റി മാത്രമല്ല, വെൻറ്റിലേറ്റേഴ്സുമല്ല, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെൻറ്റ് മാത്രമല്ല, നമ്മൾ ഇനിയും ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ് മോർച്വറി സർവീസസ്. ഇത് വളരെ ഒരു സങ്കടകരമായ ഒരു സമയത്തിൽ നമ്മൾ വന്നിരിക്കുകയാണ്. കൊറോണ വൈറസ് പോസിറ്റീവ് കേസസ് കൂടുമ്പം അത് മരണവും കൂടുന്നുണ്ട്. ന്യൂയോർക്കിൽ തന്നെ മരണം കൂടിക്കൊണ്ടിരിക്കുക. അവിടുത്തെ ഹോസ്പിറ്റൽ മോർഗ് കപ്പാസിറ്റി, സിറ്റി മോർഗ് കപ്പാസിറ്റി അതങ്ങ് ഓവർവെൽം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ മോർച്വറി സർവീസസ്, റിഫ്രിജറേറ്റഡ് ട്രെയിലേഴ്സ്, മൊബൈൽ മോർച്വറീസ്, അങ്ങനെ ഇതൊക്കെ സഹായം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫ്യൂച്ചർ പ്ലാനിങ് നോക്കുമ്പം അത് കൊറോണ വൈറസ് പ്ലാനിങ് മാത്രമല്ല. ഇപ്പം ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിലാണ് നമ്മൾ സാധാരണ കൊടുങ്കാറ്റും ടൊർണേഡോസ്, ഫ്ലഡിങ് കാണുന്നത്. ഇനിയും മുന്നോട്ട് നോക്കിയാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ മാസങ്ങളിലാണ് ഹറിക്കെയിൻ നമ്മൾ സാധാരണ കാണുന്നത്. സോ അതിന് വേണ്ടി പ്ലാനിങ് നമ്മളിപ്പം ചെയ്യണം. നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടായിരിക്കാം TV-യിലും ന്യൂസിലൊക്കെ ഷെൽട്ടറിങ്. വലിയ സ്റ്റേഡിയത്തിലോ വലിയ ജിംനേഷ്യത്തിലോ ഒരു ടൊർണേഡോ, ഹറിക്കെയിൻ വന്നടിച്ചാൽ അങ്ങനത്തെ ഒരു ഷെൽട്ടറിൽ ഒന്നിച്ച് ഒരുപാട് പേര് കോൺഗ്രിഗേറ്റ് ചെയ്യുന്നത്, താമസിക്കുന്നത്. ചിലപ്പം ചില ദിവസങ്ങളിലോ മാസങ്ങൾക്കായിരിക്കാം ആൾക്കാർ ആ ഷെൽട്ടറിൻ്റെ അകത്ത് താമസിക്കുന്നത്. ഈ പബ്ലിക് ഹെൽത്ത് ക്രൈസിസിൻ്റെ ഇടയിൽ നമുക്ക് അങ്ങനത്തെ ഷെൽട്ടറിങ് നമുക്ക് ചെയ്യാൻ ഒക്കത്തില്ല. പബ്ലിക് ഹെൽത്ത് ക്രൈസിസ് ആയതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കണം. അതുകൊണ്ട് അതിനെ പ്ലാൻ ചെയ്യാൻ നമ്മൾ ഇപ്പോഴും ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. സോ ഞാനിപ്പം ഫെഡറൽ ഗവൺമെൻറ് എന്തുവാ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. പ്രസിഡൻറ്റ് എങ്ങനെയാണ് നമ്മളെ ഡയറക്റ്റ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഗവൺമെൻറ്റിനൊരു ലിമിറ്റേഷനുണ്ട്, പക്ഷേ ദൈവത്തിന് ലിമിറ്റേഷനില്ല. പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളും ഈ ദിവസങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഗവൺമെൻറ് എന്നാ ചെയ്താലും ദൈവത്തിൻ്റെ കരം അവിടെ നീട്ടിയില്ലെങ്കിൽ ഒന്നും നമ്മൾ വിജയിക്കത്തില്ല. അസാധ്യം സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. ഫ്ലവേഴ്സ് TV USAക്ക് വേണ്ടി ഷിക്കാഗോയിൽ നിന്ന് ജെയിംസ് ജോസഫ് കിഴക്കേടം. താങ്ക് യു. കൂടുതൽ വിശേഷങ്ങളുമായി തിരിച്ചു വരാം.
Avenir Enclex Solutions American Dreams powered by Gigi Thomas Realtor, co-presented by Taste of Kerala Oradavela Kudi. Hi, I'm Jansi, founder of Avenir Enclex. In these dark times, we have received a shimmer of light from Guards of Enclex. Until June 30, Enclex will only receive 60 to 130 questions of 4-hour test. This is the golden opportunity for all Enclex test takers. And to take advantage of this, we are launching a 1-month program starting April 1st. Cannot come to class? That's okay. We will come to you with our online platform. Just follow our easy guidelines and pass Enclex. Receive a 10% discount when you bring a friend. മരിയമ്മയുടെ രുചിക്കൂട്ടുകൾ പരമ്പരാഗതം പ്രകൃതിദത്തം രുചികരം ടേസ്റ്റ് ഓഫ് കേരള ഫ്രം ഗോഡ്സ് ഓൺ കൺട്രി. Trinity Group is a rapidly growing conglomerate headquartered in Austin, Texas, with its presence in real estate, development, construction, management, trading, travel, and media. Be it for finding your home or investment propositions or commercial spaces, Trinity Texas Realty and Trinity Texas Property Management can help you in your buying and leasing process. Trinity Group has headway to construction and land development. Our founder, Sijo Vadakin, has won many real estate awards, including the most prestigious award, #1 Top Producer in Real Estate 2018 by Austin Business Journal. Trinity Travel is a 24-hour service travel company offering competitive fare across the world. Trinity Group, integrity and excellence in business. Reliable Tax and Accounting, Parkridge, Illinois. Hello, I'm Thomas V. Ausep, CPA. In US, there were tremendous tax law changes in 2018. We help to plan and maximize your tax benefits and file your income taxes for personal, corporations, and partnerships according to the new tax law changes. We specialized income tax and sales tax preparation, new business incorporation, help to coordinate with your bank for mortgages and business loans, prepare and execute quitclaim deeds for property ownership transfers, notary public services. Thomas V. Ausef, CPA, Reliable Tax and Accounting, 2644 East Dempster Street, Suite 110, Parkridge, Illinois. Phone 224-622-9978, cpataxfiling.com. Investors, NRIA is making a special accommodation to help at this time. Under the stimulus law, you are now allowed to borrow $100,000 from your 401k or IRA at low rates and invest for 10% cash flow with monthly electronic payments. Keep your stock positions and upside while diversifying into real estate for 10% cash flow with $750 million of new construction backed by a proven 14-year track record. Visit us at nria.net or call 201-210-2727. Joseph V. Thomas, Allstate Insurance Company. Top award-winning Allstate agency located near you. Call Joseph V. Thomas at 718-831-6500. Joseph V. Thomas, also known as Reggie Valiakala, serving the community for last 30 plus years. Our office, Union Turnpike, Floral Park, New York. Email josephthomas@allstate.com. Allstate, you are in good hands. Harry Pillai, Certified Public Accountants, Richardson, Texas. We are a full-service accounting firm licensed in Texas. We offer a broad range of services for business owners, executives, and independent professionals. We are affordable, experienced, and friendly. Please call us today at 972-203-2010. Harry Pillai, Certified Public Accountants, Richardson, Texas. harrycpa.com. ടെക്സാസിലെ 10th ലാർജസ്റ്റ് കൌണ്ടിയായ ഫോർട്ട് ബെൻഡ് കൌണ്ടി ജഡ്ജ് ഓണറബിൾ KP ജോർജ് അമേരിക്കയിലെ കോവിഡ് വ്യാപനത്തെക്കുറിച്ചും അമേരിക്ക എങ്ങനെയാണ് ഈ പാൻഡമിക്കിനെ നേരിടുന്നത് എന്നതിനെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നു. ഫ്ലവേഴ്സ് TV USA ഹൂസ്റ്റൺ പ്രതിനിധി രേഷ്മ വിനോദ് അദ്ദേഹവുമായി നടത്തിയ അഭിമുഖത്തിലേക്ക്. ടെക്സസിലെ 10ാമത്തെ ലാർജസ്റ്റ് കൗണ്ടിയായ ഫോർട്ട് ബെൻഡ് കൗണ്ടിയിലെ ജഡ്ജും മലയാളി കൂടിയായ ശ്രീ KP ജോർജിനോട് COVID-19 സിറ്റുവേഷനെ കുറിച്ചൊന്ന് ചോദിച്ചറിയാം.
ഈ ഫോർട്ട് ബെൻഡ് കൗണ്ടി ഈ COVID-19 പാൻഡമിക്കിനെ എങ്ങനെയാണ് കാണുന്നത്? അമേരിക്ക ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഫോർട്ട് ബെൻഡ് കൗണ്ടി ആണ് ഫസ്റ്റ് കൗണ്ടി ഒരു കോവിഡ് കേസ് ആദ്യം റിപ്പോർട്ട് ചെയ്ത കൗണ്ടി ടെക്സസിൽ. വി ടുക്ക് ആക്ഷൻ എയർലി. അതുകൊണ്ട് തന്നെ ഇപ്പം ദ കേസസ് ആർ ഗോയിങ് അപ്പ് ലിറ്റിൽ ബിറ്റ്, ബട്ട് ഇറ്റ്സ് അണ്ടർ കൺട്രോൾ. ഐ ബിലീവ് 870ഓളം കൺഫേംഡ് കേസസ് ഉണ്ട്. പിന്നെ അത് മോസ്റ്റ്ലി ഇറ്റ്സ് ഗോയിങ് വെൽ. വി ആർ മാനേജിങ് ഇറ്റ് വെൽ. അമേരിക്കയുടെ ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ ഈ COVID-19 പാൻഡമിക്കിനെ എങ്ങനെയാണ് നേരിടുന്നത്? അമേരിക്കയെ സംബന്ധിച്ചുള്ള അമേരിക്കൻ ഹിസ്റ്ററി നോക്കിയാൽ തന്നെ അമേരിക്ക ശരിക്കും എന്ത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായാലും ഇതാദ്യമായിട്ടല്ല എന്ന് വരുമ്പോഴും വി ഓൾവേസ് ബൗൺസ് ബാക്ക്. ദാറ്റ് ഈസ് the American way of thinking. And also I want people to understand the political aspect of this discussion, and we are looking at ഞാൻ കാണുന്നുണ്ട് കുറേ ഡിസ്കഷൻസ് കേരളത്തെ നോക്കി പഠിക്കണം, ഇന്ത്യയെ നോക്കി പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. വെരി ഗുഡ്, നല്ല കാര്യം. പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് the biggest economy in the world by far എന്ന് പറയുമ്പോൾ $22 trillion ആണ് നമ്മളുടെ GDP. അതേസമയം ഇന്ത്യ എന്ന് പറയുന്നത് $3.5 trillion GDP. അതുപോലെ തന്നെ ലോകത്തിലെ 29.6% ഓഫ് ലോകത്തിൻ്റെ വെൽത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻ ഇൻ ദ വേൾഡ്. സോ വെൻ യു ആർ ക്ലോസിംഗ് ഇറ്റ് ഡൗൺ ഇന്ത്യ ഓർ കേരള ഫോർ ദാറ്റ് മാറ്റർ, it is much more easier to do it. But when it comes to an economy of this size, it is not that easy. അത്ര ഈസി അല്ല നമുക്ക് അത് പെട്ടെന്നൊരു ദിവസം കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ചെയ്യാനും അല്ലെ കംപ്ലീറ്റ് അടച്ച് ഇടുക എന്ന് പറയുന്ന ഒരുപക്ഷെ ഒരു അസാധ്യമായ കാര്യമാണ്. ഓക്കെ, വെൻ ഇറ്റ് കംസ് ടു അമേരിക്കയുടെ പ്രിപ്പറേഷൻ നമ്മൾ കുറേ കൂടെ ഭംഗിയായിട്ട് ചെയ്യാമായിരുന്നു എന്ന് ചോദിച്ചാൽ മേ ബി ചെയ്യാമായിരുന്നായിരിക്കാം. സോ വിത്ത് ദാറ്റ് ആസ്പെക്ട് ഐ ജസ്റ്റ് വാണ്ട് പീപ്പിൾ ടു നോ ദാറ്റ്. And also another thing about the United States is most of the families, we are so prepared. Most of the families already got their stimulus check in the bank. Okay, and also most of the businesses are getting their money, and also they have help getting in such a way they can continue pay their employees for at least few more months. Government is providing that money. As a county, we have $142 million coming to us in next week or so. We have the structure to manage these things, and we will prevail. And that is what the United States is known for. That's what excites people to come, leave their home and come here and call United States home, simply because we know we can really make it, and we will bounce back. And we had so many after I came to this country, I have seen so many disasters. എന്നെ കാണുന്ന അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, if you live in the United States, you should be so proud. We will come back, and there is no doubt about it, because we are and also another thing people need to understand, if US fail, the world fail. Okay, don't be so happy about this happened or that happened. And so it is so important, but the role they play in this universe is absolutely huge, unimaginable for many people. So, and another thing about it is there is no Democrat or Republican or political things. We all are getting together to do whatever the best we can. I'm working with the state representatives and senators and people like that, and state and also the congressmen and senators from the federal government level. Under the circumstances, I'm very proud of the fact that we are doing exceptionally well. Avenir Enclex Solutions American Dreams powered by Gigi Thomas Realtor, co-presented by Taste of Kerala ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. നോർത്ത് അമേരിക്കൻ മലയാളികളുടെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച കാണാം. ഞാൻ ജനു വിശാൽ. നമസ്കാരം.